നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിയമലംഘകരെ കണ്ടെത്താൻ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കർശനമായ പരിശോധന തുടരുകയാണ് സൗദി അറേബ്യ. രാജ്യത്തെത്തി നിയമം ലംഘിച്ച് പ്രവാസികൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചു വരികയാണ് ആഭ്യന്തര മന്ത്രാലയം. പിടിയിലായവരുടെ എണ്ണം ഓരോ ആഴ്ച പിന്നിടുമ്പോഴും കൂടി വരികയാണ്. ഈ മാസം 8 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിൽ നടത്തിയ റെയ്ഡുകളിലെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരാഴ്ചക്കിടെ സുരക്ഷാ വകുപ്പുകൾ നടത്തിയ റെയ്ഡിൽ 16,606 പ്രവാസി നിയമലംഘകർ പിടിയിലായതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. പിടിയിലായവരിൽ 9,895 പേർ ഇഖാമ നിയമലംഘകരും 4,422 പേർ നുഴഞ്ഞുകയറ്റക്കാരും 2,289 പേർ തൊഴിൽ നിയമ ലംഘകരുമാണ്. ഇക്കാലയളവിൽ അതിർത്തികൾ വഴി രാജ്യത്ത് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 362 പേരും അറസ്റ്റിലായിട്ടുണ്ട്. ഇവരിൽ 35% യമൻ സ്വദേശികളാണ്. 60% പേർ എത്യോപ്യക്കാരും 5% മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. അതിർത്തികൾ വഴി അനധികൃത രീതിയിൽ രാജ്യം വിടാൻ ശ്രമിച്ച 19 പേരും ഇഖാമ തൊഴിൽ നിയമലംഘകർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും ജോലിയും താമസവും യാത്രാ സൗകര്യവും നൽകിയ 18 പേരും അറസ്റ്റിലായിട്ടുണ്ട്. നിലവിൽ 46,754 നിയമലംഘകരാണ് നടപടികൾക്ക് വിധേയരായത്. 36,385 പേർക്ക് താൽക്കാലിക യാത്രാരേഖകൾ സംഘടിപ്പിക്കാൻ എംബസികളുമായും കോൺസുലേറ്റുകളുമായും സഹകരിക്കുന്നു. സ്വദേശങ്ങളിലേക്ക് തിരിച്ചയക്കുന്നതിന് മുന്നോടിയായി 1,951 പേർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നടപടികൾ സ്വീകരിക്കുന്നു. ഒരാഴ്ചക്കിടെ 10,335 നിയമലംഘകരെ സൗദിയിൽ നിന്ന് നാടുകടത്തിയതായും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ച് ആർക്കെങ്കിലും രാജ്യത്തേക്ക് പ്രവേശിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗതാഗതമോ പാർപ്പിടമോ എന്തെങ്കിലും സഹായമോ സേവനമോ നൽകുകയോ ചെയ്താൽ പരമാവധി 15 വർഷം വരെ തടവ് ലഭിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ 1 ദശലക്ഷം റിയാൽ വരെ പിഴയും, വാഹനങ്ങൾ, അഭയം നൽകിയ സ്ഥലം എന്നിവ കണ്ടുകെട്ടൽ എന്നീ നടപടികൾ ഇവർക്കെതിരെ സ്വീകരിക്കുമെന്നും അവരുടെ പേരുകൾ പ്രാദേശിക മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തുമെന്നും മുന്നറിയിപ്പിലുണ്ട്. അതുപോലെ തന്നെ രാജ്യത്ത് ട്രാഫിക് നിയമങ്ങളും കർശനമാക്കിയിരിക്കുകയാണ്. അനധികൃതമായി റോഡുകൾ മുറിച്ചു കടക്കുന്നതിനും ഇനി പിഴയടക്കേണ്ടതായി വരും. ഇത്തരത്തിൽ റോഡ് മുറിച്ചു കടക്കുന്നവർക്കെതിരെ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് സൗദി ട്രാഫിക് വിഭാഗം. ദമാമിൽ സീബ്ര ലൈനിലൂടെ അല്ലാതെ റോഡ് മുറിച്ചു കടക്കുന്ന കാൽനട യാത്രക്കാർക്ക് പിഴ ചുമത്തി തുടങ്ങി. ദമാം സീകോക്ക് സമീപമുള്ള റോഡുകളിൽ ഇത്തരത്തിൽ ക്രോസ് ചെയ്തതിന് മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പിഴ ചുമത്തുകയുണ്ടായി. കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെയാണ് ട്രാഫിക് വിഭാഗം കർശന നടപടി സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നത്.